Hi friends, welcome back to Mazin Medias. അപ്പോൾ ഇത് ഞാനൊരു വെഡ്ഡിങ് ഫംഗ്ഷന് വേണ്ടി ചെയ്തെടുത്ത 3 ഫ്രോക്കുകളാണ് കേട്ടോ. ഇത് 3 ഒരു വീട്ടിലേക്കുള്ള കുട്ടിയൊക്കെ തന്നെ കേട്ടോ. 2 ഒരേ മോഡലും 1 പിന്നെ ചെറിയ മിനി ഫ്രോക്ക് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ ആ വലിയ ഫ്രോക്ക് 8 വയസ്സായ കുട്ടികളാണ് കേട്ടോ. പിന്നെ ആ സെൻറ്ററിലുള്ളത് 5 വയസ്സായതും പിന്നെ മിനി ഫ്രോക്ക് 1.5 വയസ്സായ കുട്ടിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ വലിയ 2 ഫ്രോക്ക് ചെയ്തെടുക്കാനായി ഞാനൊരു 15 മീറ്റർ നെറ്റാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മിനി ഫ്രോക്കിന് 3 മീറ്റർ നെറ്റാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ സ്ലീവ് നമ്മളൊരു പഫ് രൂപത്തിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് മാത്രമേ പഫായിട്ട് കൊടുത്തിട്ടുള്ളൂ, അടിഭാഗത്ത് ടൈറ്റായിട്ടാണ് കിടക്കുക. ഇത് കുട്ടികൾ ഡ്രസ്സ് ചെയ്ത് കാണുമ്പോഴാണ് നമുക്ക് ആ സ്ലീവിൻ്റെ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ യോക്ക് പാർട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് രൂപത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വർക്ക് പീസ് ഒരു ഹേർട്ട് ഷേപ്പിൽ കട്ട് ചെയ്താണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നെക്ക് ചെയ്തിട്ടുള്ളത് ഒരു കോളർ ടൈപ്പാണ് കേട്ടോ. ഇതുപോലത്തെ നെക്ക് വെച്ച് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ മുന്നേ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ ഈ നെക്ക് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഈ കൊടുത്തിട്ടുള്ള ഈ വർക്ക് പീസിന് ഏകദേശം ഒരു 535 രൂപയോളം വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ട് ത്രെഡ് വർക്ക് വരുന്ന ഒരു പീസാണ് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഒരു 8 മീറ്റർ നീളത്തിലാണ് കേട്ടോ ഈ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സ്കേർട്ട് ഭാഗം അതൊരു 5 ലെയറായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 2 ലെയറിൽ നെറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ലെയർ 2 ലെയർ ലൈനിങ്ങും പിന്നെ അതുപോലെ ഒരു സ്റ്റിഫ് നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ ലെയറായിട്ട് നെറ്റ് കൊടുത്തിട്ടുള്ളത് ഒരു 4 മീറ്ററിലാണ് കേട്ടോ. ഇതിൽ സ്റ്റിഫ് നെറ്റ് കൊടുക്കണം എന്നില്ല, അല്ലാത്തന്നെ നന്നായിട്ട് പൊങ്ങി നിൽക്കും. പിന്നെ അവർക്ക് നല്ല പൊങ്ങി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ സ്റ്റിഫ് നെറ്റ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിഫ് നെറ്റിൻ്റെ താഴെയായിട്ടൊരു കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ വർക്ക് പീസ് തുടങ്ങണ ഭാഗം വരെയാണ് കേട്ടോ ഇതിൻ്റെ സിബ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്നാണ്ട് മേലെ ഈ കോളറിൻ്റെ ഈ ഭാഗത്ത് 2 ഊക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ബാക്ക് ഭാഗത്തായിട്ട് ഒരു വലിയ ബോ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ 2 സൈഡിലും 2 വള്ളി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ 2 വള്ളി വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ 5 വയസ്സായ ഫ്രോക്ക് അത് ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ലെങ്ത്തിൽ മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയൊക്കെ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് പിന്നെ 1.5 വയസ്സായ കുട്ടിക്ക് ചെയ്തെടുത്ത മിനി ഫ്രോക്കാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു എയർബോ കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഫ്രോക്കിനെടുത്ത വർക്ക് പീസിൻ്റെ പീസ് വെച്ച് ഒരു ചെറിയ ബോ ഉണ്ടാക്കിയെടുത്ത് കണ്ടാണ് കേട്ടോ ഈ എയർബോ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതേ രീതിയിലുള്ള മിനി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡബിൾ ലെയർ ആയിട്ട് ചെയ്തെടുത്തതും സിംഗിൾ ലെയർ ആയിട്ട് ചെയ്തെടുത്തതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർ ചാനലിൽ പോയി കണ്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ക്രൈപ്പിൻ്റെ ലൈനിങ്ങും പിന്നെ ഒരു കോട്ടൻ്റെ ലൈനിങ്ങും ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പിന്നെ സ്റ്റിഫ് നെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ 2 ചെറിയ ബോ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഈ സ്ലീവ് ഒരു 4 ലെയറിൽ നല്ല തിക്കിൽ ഫ്രില്ലിട്ട് എടുത്താണ് കേട്ടത്. പിന്നെ ഇതിൻ്റെ ഈ ബാക്ക് ഭാഗത്തായിട്ട് ഒരു വലിയ ബോ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ട ആ ഫ്രോക്കിന് ഇതുപോലെ ബോ വെച്ച് കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഈ ബോ ഈ ഒരു ഫ്രോക്കിന് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇത് ഞാനൊരു 20 സൈസിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. 1.5 വയസ്സ് മുതൽ 2 വയസ്സായ വരെയുള്ള കുട്ടികൾക്കൊക്കെ ഈ 20 സൈസ് തന്നെ മതിയാവും. ഇതിങ്ങനെ സൂം ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവില്ലേ ആ വർക്ക് പീസിൻ്റെ ഭംഗി. നല്ല ഭംഗിയുള്ള പീസാണ്. പിന്നെ എനിക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. കാരണം 2 ദിവസത്തിനുള്ളിൽ ഈ 3 ഫ്രോക്കും കൂടി ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു. പിന്നെ ഈ 2 ഫ്രോക്ക് ചെയ്യാനും നമ്മൾ ആ മിനി ഫ്രോക്കിൻ്റെ ബോ ഒക്കെ ചെയ്യാനും കൂടി 1 മീറ്റർ വർക്ക് പീസ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ യോക്ക് പാർട്ട് ഫുള്ളായിട്ട് വർക്ക് പീസ് വെക്കണില്ലല്ലോ, അതിൻ്റെ ഒരു ഹാഫായിട്ടല്ല വർക്ക് പീസ് വരുന്നുള്ളൂ. അപ്പോൾ ഈ 3നും കൂടി 1 മീറ്റർ തന്നെ വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആ മിനി ഫ്രോക്ക് ചെയ്യാനെടുത്ത നെറ്റ് പ്ലെയിൻ നെറ്റ് അല്ല കേട്ടോ, അതിൽ ചെറിയൊരു ഗ്ലിറ്ററും കൂടി ഉണ്ട്, ഒരു ചെറിയ ഗ്ലൈസിങ് കൂടി ഉണ്ട് ആ നെറ്റിൽ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിങ്ങനെ ഒരു തിളക്കം കാണുന്നില്ലേ, ആ നെറ്റ് ഫുള്ളായിട്ട് ആ ഒരു തിളക്കം അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.